വീക്കെൻഡ് എല്ലാവർക്കും റിലാക്സിങ് ആണെങ്കിലും എനിക്ക് വീക്ക് ഡേയ്സിനെക്കാളും ഞാൻ ഒക്യുപ്പൈഡ് ആയിട്ടുള്ളത് ഈ സാറ്റർഡേ സൺഡേകളിലൊക്കെയാണ്. സാറ്റർഡേ മോർണിംഗ് എനിക്ക് ഡാൻസ് ക്ലാസ് എടുക്കാൻ വേണ്ടി പോകണം. അന്ന് തന്നെ ഞാനൊരു ഡാൻസ് റീല് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ റെഡിയാവുക എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ജസ്റ്റ് ഒരു സെറ ഇട്ടിട്ടാണ് ഞാൻ ഇറങ്ങിയത്. പിന്നെ ഡാൻസ് ഷൂട്ട് ഉള്ളത് കൊണ്ട് തന്നെ ആ ഡ്രസ്സ് തന്നെ ഇട്ടിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. കാരണം പിന്നെ അല്ലെങ്കിൽ പണിയല്ലേ പോയിട്ട് മാറ്റുകയൊക്കെ ചെയ്യുന്നത്. എൻ്റെ കയ്യിലുള്ള ലിമിറ്റഡ് ആക്സസറീസ് വെച്ചിട്ട് ഞാൻ ഒരുങ്ങിയിട്ടാണ് ഡാൻസ് ക്ലാസ്സിന് പോയത്. ഒരുങ്ങിയിട്ടെന്ന് പറഞ്ഞാൽ മേക്കപ്പ് ഒന്നും എടുത്തിട്ടില്ല, കുറച്ച് സാധനങ്ങളൊക്കെ ബാഗിലിട്ടിട്ടാണ് പോയത്. പിന്നെ എന്തെങ്കിലും കഴിക്കണമല്ലോ, ഞാനാണെങ്കിൽ ഒന്നും ഉണ്ടാക്കാനൊന്നും പോയില്ല. വാങ്ങിച്ച സാൻഡ്വിച്ച് ഉണ്ടായിരുന്നു, സോ അതും കഴിച്ചിട്ടാണ് ഡാൻസ് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഡേ സ്റ്റാർട്ട് ചെയ്തപ്പം കുഴപ്പമില്ലാണ്ട് വേഗം തീരുന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഒരു സൂപ്പർ ലോങ് സാറ്റർഡേ ആയിരുന്നു എനിക്കിന്നുണ്ടായിരുന്നത്. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് പോകേണ്ടിയിരുന്നത് ഒരു സ്റ്റുഡൻറ്റ് റെസിഡൻസിലാണ്. അവിടെയായിരുന്നു ഞങ്ങൾ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഞാനും എൻ്റെ വേറൊരു ഫ്രണ്ടും ഉണ്ട്. ഒരു സ്റ്റുഡിയോ ഫീലൊക്കെ കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ടായിരുന്നു ആ ഒരു പ്ലേസ് ഞങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഡാൻസ് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് അവരുടെ അടുത്ത് കുറച്ച് സംസാരിക്കുകയൊക്കെ ചെയ്ത് അതിൻ്റെ ഇടയിൽ ഞാൻ പോയി കുറച്ച് മേക്കപ്പ് ഒക്കെ ഇട്ടു. കാരണം ഡാൻസിന് പോകുമ്പോൾ കുറച്ചൊക്കെ ഒരുങ്ങണമല്ലോ. പിന്നെ ഫുഡും കഴിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഫുൾ മേക്കപ്പാണ് ഗൈസ്. രാവിലെ കണ്ട കോലമല്ലല്ലോ ഇപ്പോഴത്തെ കോലം. അതിൻ്റെ ഇടയിൽ ഞാൻ കയറിപ്പോയി എന്തൊക്കെയോ വാരി വലിച്ചിട്ടിട്ടുണ്ട്. അങ്ങനെയൊന്നുമില്ല, കുറച്ച് ഫൗണ്ടേഷനും ലിപ്സ്റ്റിക്കും ഐലൈനറും ഇട്ടു. ഇനി വേണം ഡാൻസ് കളിക്കാൻ വേണ്ടി പോകാൻ. ഞാനിവിടെ ഒരാളുടെ അപ്പാർട്ട്മെൻറ്റിൽ സ്നീക്കിങ് ചെയ്തിട്ടുള്ളത് സ്റ്റുഡൻറ്റ് റെസിഡൻസ് ആണ്. അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇവിടെ ID കാർഡ് വേണം. അപ്പം ഞാൻ രാവിലെ ഡാൻസിന് പോയതുകൊണ്ട് തന്നെ, പക്ഷെ നല്ല ദൂരം കേട്ടോ. എൻ്റെ ഡാൻസ് ക്ലാസ് ഉള്ളത് ഒരു അറ്റത്ത്, ഇത് ഒരറ്റത്ത്, എൻ്റെ വീട് വേറെ അറ്റത്ത്. ഓക്കെ, സോ അവിടെ പോയിട്ട് വരുമ്പോഴേക്ക് ലേറ്റ് ആവും. അപ്പോൾ ഇവിടെയുള്ള ഞങ്ങളുടെ ഫ്രണ്ട് ഓൾറെഡി ഒരു സ്ലോട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്കൊരു കോമൺ ഏരിയ ഉണ്ട് അവിടെ പോയിട്ട് ചെയ്യാനായിട്ട്. അപ്പം പക്ഷേ എൻ്റെ ID കാർഡില്ല. ലാസ്റ്റ് ഞാൻ സ്നീക്കിങ് ചെയ്ത് എൻ്റെ അമ്മയെ റിസപ്ഷനിസ്റ്റിൻ്റെ അടുത്തൊന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടു പറഞ്ഞാൽ മതി. ഓഫ്, എനിവേസ് നമുക്ക് നോക്കാം. അവിടെ പോയപ്പോൾ ആ കുട്ടി ഞങ്ങൾക്ക് ജലാത്തോ ഫുഡും ഒക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. ഈ കുട്ടിയാണ് ഞങ്ങൾക്ക് ഇവിടെ വന്ന് ഷൂട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞത്. ആക്ച്വലി വേറൊരു കുട്ടി ഉണ്ടായിരുന്നു, പക്ഷെ അവന് ലാസ്റ്റ് മിനിറ്റ് വരാൻ വേണ്ടി പറ്റിയില്ല. ലാസ്റ്റ് ഇവൻ തന്നെയാണ് ഞങ്ങൾക്ക് ഷൂട്ടും ചെയ്തു തന്നത്. അങ്ങനെ ഞങ്ങൾ കുറേ പ്ലേസൊക്കെ തപ്പി നടന്ന് ലാസ്റ്റ് ഒരു സ്ഥലം ഫിക്സ് ചെയ്തു. ഞങ്ങളൊരു 4:45 തുടങ്ങിയെങ്കിലും ഇത് കഴിയുന്നത് 9:45. നിങ്ങൾക്ക് ഗസ് ചെയ്യാമോ ഏതാണ് ഈ സോങ്ങിനെന്ന്? എന്നിട്ടും പെർഫെക്റ്റ് ആയിട്ടൊന്നുമില്ല. എൻ്റെ തലയൊക്കെ പൊട്ടി എനിക്ക് ലാസ്റ്റ് വയ്യാണ്ടായി. എങ്ങനെയെങ്കിലും ഇത് തീർത്ത് ഒന്ന് വന്നാൽ മതി എന്നുള്ള അവസ്ഥയായി. അങ്ങനെ എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീടെത്തുമ്പോഴേക്കും എനിക്ക് ചതഞ്ഞേന്ന് പറഞ്ഞ അവസ്ഥയായിരുന്നു. പിന്നെ ഇത്രയൊക്കെയുള്ളൂ.